ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹൈക. ഇന്ന് വളരെ എളുപ്പത്തിൽ മട്ടൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് 1/2 കിലോ മട്ടൻ, 1 കപ്പ് തൈര്, ഒരു 15 ചെറിയ ഉള്ളി, 2 പച്ചമുളക്, 2 സവാള, തക്കാളി, 3 തക്കാളി, 1 ലെമൺ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു 3 ടേബിൾ സ്പൂൺ, അല്ലാതെ ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്. ആദ്യം തന്നെ മട്ടൺ മാരിനേറ്റ് ചെയ്യാം. അതിന് മട്ടൺ പീസസിൻ്റെ കൂടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, തൈര്, ഉപ്പ്, ചുവന്ന മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഇതെല്ലാം 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ വെച്ച് ആഡ് ചെയ്ത് ലെമൺ ജ്യൂസും സോൾട്ടും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യുക. കളർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാശ്മീരി ചില്ലി പൊടിയും കൂടെ ഈ സമയത്ത് ആഡ് ചെയ്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ മസാലയൊക്കെ മട്ടണിൽ പിടിച്ച് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും മട്ടൺ വരുന്നത്. പാൻ അടുപ്പത്ത് വെച്ച് കോക്കനട്ട് ഓയിലാണ് ഞാനിവിടെ കുക്കിങ്ങിന് യൂസ് ചെയ്യുന്നത്. കോക്കനട്ട് ഓയിൽ ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം പട്ട, ഗ്രാമ്പു, ഏലക്ക, 4 ഏലക്ക, ഒരു 4 ഗ്രാമ്പു, ഒരു കഷ്ണം പട്ട, തക്കോലം, ഇതെല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നതിൽ 15 ചെറിയ ഉള്ളി ഇട്ട് നന്നായിട്ട് വഴറ്റുക. അതിനുശേഷം നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 വലിയ ഉള്ളി സവാള അരിഞ്ഞ് ചേർക്കുക. ഒരല്പം ഉപ്പും കൂടെ ചേർത്താൽ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടും. ഉള്ളി ഏകദേശം വഴന്ന് വന്നതിന് ശേഷം പച്ചമുളകും പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോയും തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇത് ഏകദേശം ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും കുറച്ച് നട്ട്സ് കൂടെ ആഡ് ചെയ്യുക. നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇതെല്ലാം 1 ടേബിൾ സ്പൂൺ ഓൾറെഡി നമ്മുടെ മട്ടണിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ എരിവിനനുസരിച്ച് ഈ സമയത്ത് ബാക്കി അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഇതെത്രയും ചേർത്തതിന് ശേഷം നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുക. തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി സ്മാഷായി വരുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്തതിന് ശേഷം അത് തണുത്തതിന് ശേഷം നമുക്കതിനെ പേസ്റ്റാക്കി എടുക്കാം. ഈ സമയത്ത് കുക്കർ അടുപ്പത്ത് വെച്ച് നമ്മൾ മാരിനേറ്റ് ചെയ്തിരുന്ന മട്ടൺ പീസസും ഒരു 1/4 ടംബ്ലർ വെള്ളവും ഒഴിച്ച് മട്ടൺ വേകുന്ന ഒരു 5-6 വിസിൽ വെച്ച് കുക്ക് ചെയ്ത് എടുക്കുക. അപ്പോൾ നമ്മുടെ മട്ടൺ വെന്ത് കഴിഞ്ഞു. വെന്ത മട്ടണിലോട്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആദ്യം നമ്മൾ ചെയ്ത ആ മസാല പേസ്റ്റ് കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് 1 വിസിൽ അടച്ചു വെച്ച് 1 വിസിൽ കൂടെ മട്ടൺ ആ മസാലയിലിട്ട് കുക്ക് ചെയ്തെടുക്കുക. എന്നാലേ ആ മസാല മട്ടൺ പീസസിലോട്ടൊക്കെ ഇറങ്ങി മട്ടന് നല്ലൊരു ടേസ്റ്റ് വരത്തുള്ളൂ. മട്ടനിലുള്ള വെള്ളത്തിൽ തന്നെ മട്ടൻ വെന്തോളും. നമ്മൾ 1/4 ടംബ്ലർ വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ. വേണമെങ്കിൽ മസാല മിക്സ് ചെയ്ത പാത്രത്തിൽ വെള്ളം ഒഴിച്ച് ആ ഗ്രേവി അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. വേറൊരു പാന് അടുപ്പത്ത് വെച്ച് കോക്കനട്ട് ഓയിൽ 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിൽ നമ്മൾ മാറ്റി വെച്ചിരുന്ന ഒരു 5 ചെറിയ ഉള്ളി, കറിവേപ്പില, പച്ചമുളക്, വീണ്ടും ഇഞ്ചി വെളുത്തുള്ളി, മട്ടനായതുകൊണ്ട് ഇഞ്ചി വെളുത്തുള്ളിയും ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. മാക്സിമം ഉപയോഗിച്ചിട്ട് വെളുത്തുള്ളി ഫ്രൈ ചെയ്തതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ പീസസായോ കഷ്ണങ്ങളായോ അല്ല എങ്കിൽ തിരികെയതോ നന്നായിട്ട് ആ എണ്ണയിലിട്ടൊന്ന് വഴറ്റി ഫ്രൈ ചെയ്ത് എടുക്കുക. ഈ സമയം നമ്മുടെ മട്ടനും മസാലയും എല്ലാം കൂടെ മാരിനേറ്റായി കുക്കായി വന്നു. അപ്പോൾ അതൊക്കെ തന്നെ കാണാൻ നല്ല രസമുണ്ട്. അതിലോട്ട് നമ്മളിപ്പോൾ വറുത്ത് വെച്ചിരിക്കുന്ന ആ തേങ്ങ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്ത് മല്ലിയില ചേർത്ത് നമുക്ക് സെർവിങ് ബൗളിലോട്ട് മാറ്റാം. മട്ടൻ കറി റെഡി. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു സിമ്പിൾ മട്ടൻ കറി റെഡിയായി. ഇതെല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.